ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്ന് അമ്മച്ചിയുടെ ബർത്ത്ഡേ ആണ് ഗൈസ്. എനിക്കിന്ന് സ്കൂളിൽ പോകണം ഗൈസ്. സ്കൂളിൽ പോയിട്ട് വന്നിട്ട് വൈകിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം ഗൈസ്. ഇന്ന് അമ്മച്ചിയുടെ ബർത്ത്ഡേ ആയിട്ട് എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ അമ്മച്ചി എന്ന് പറയണേ. ഗൈസ്, ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. രാവിലെ കുഞ്ഞിനെ സ്കൂളിലൊക്കെ കൊണ്ടുവിട്ടു. കുഞ്ഞിൻ്റെ കാര്യമെല്ലാം ക്ലിയറായി, ഫുഡൊക്കെ കൊണ്ടുപോയി, എല്ലാം കഴിഞ്ഞു. കുഞ്ഞ് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഇൻട്രോ ഒക്കെ എടുത്ത് വെച്ചിട്ടാണ് പോയത് വീഡിയോയുടെ. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ സ്കൂളിൽ പോയി കഴിയുമ്പോൾ അമ്മച്ചി എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് വീഡിയോ എടുത്തിട്ട് എനിക്ക് കാണിച്ചു തരണമെന്ന്. അതായത് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ. 1 മണി വരെയാണ് സ്കൂളിൽ ക്ലാസ് കുഞ്ഞിന്. ഇപ്പം 10 മണിയാവുന്നു. 9 മണിക്ക് കൊണ്ടുവിട്ടിട്ട് വന്നു. 9 മണിക്കല്ല, ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് പോയത്. 9:15 ആയിട്ടാണ് പോയത്. ഞാൻ പറഞ്ഞായിരുന്നു എനിക്കിന്ന് അമ്പലത്തിൽ പോകണം, ഞാനിന്ന് അമ്പലത്തിൽ പോകുന്നെന്ന് പറഞ്ഞായിരുന്നു രാവിലെ. അപ്പോൾ കുഞ്ഞു എന്നോട് പറഞ്ഞു അമ്പലത്തിൽ പോകുമ്പം എന്നെയും കൊണ്ടുപോകണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു സമയമില്ലല്ലോ, ഇത്രയും ലേറ്റ് ആവത്തില്ലേ പോകുമ്പം, അതുകൊണ്ട് വൈകിട്ട് കൊണ്ടുപോകാം. അപ്പോൾ വൈകിട്ടേ അമ്മച്ചി പോകത്തുള്ളൂ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ല, മോളെ വൈകിട്ട് കൊണ്ടുപോകാം, രാവിലെ അമ്മച്ചി പോകാമെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞ് ഓക്കെ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ ആൾക്കൊരു മൂഡ് ഓഫ്. അപ്പോൾ പോകുന്ന വഴി ഇങ്ങനെ തലവേദന എടുക്കുന്നു, വയറുവേദന എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു. നമ്മൾ കുഴപ്പമില്ല, അങ്ങ് മാറിക്കോളും, രാവിലെ ഇങ്ങനെ സ്കൂളിലൊക്കെ പോകുമ്പോൾ എല്ലാവർക്കും അങ്ങനെയൊക്കെ വരുന്നതാണ്, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അമ്പലത്തിൽ പോകുമെന്ന് പറഞ്ഞാൽ എൻ്റെ വിഷം മഴയ്ക്ക് വരാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു നമുക്ക് വൈകിട്ട് അടിച്ച് പൊളിക്കണം, അമ്പലത്തിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് വെച്ചേക്ക് വേണം. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് ഇത്രയും പറയുന്നത്. കുഞ്ഞിനോട് പ്രത്യേകം പറഞ്ഞിട്ട് പോയി, ഗൈസിനോട് പറയണം അമ്മച്ചി എന്തോ ചെയ്യുക, അമ്മച്ചിയുടെ ബർത്ത്ഡേ ആണെന്ന് പറയണം. രാവിലെ വീഡിയോയ്ക്ക് അത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ബർത്ത്ഡേ ആണ്. ഞാൻ റെഡിയാക്കുന്നതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞ് ഫോണൊക്കെ എടുത്ത് വെച്ചു. സ്വാഗതമൊക്കെ പറയുന്നത് കേട്ടു, ബാക്കി എന്തോ പറഞ്ഞെന്ന് ശ്രദ്ധിച്ചില്ല. ബർത്ത്ഡേയുടെ കാര്യം പറഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ റെഡി ആവാൻ പോവാണ്. 10 മണിക്കാണോ അമ്പലത്തിൽ പോകുന്നത് എന്നുള്ള ചോദ്യം വേണ്ട. ഇവിടെ 12 മണി വരെ പോവാം, നോ പ്രോബ്ലം, നമ്മുടെ ടൈമല്ലേ. അപ്പോൾ ഇനി കുളിക്കണം. രാവിലത്തെ ജോലിയുടെ ഇടയ്ക്ക് കുളിക്കാനുള്ള സമയം കിട്ടിയില്ല. വെറുതെ ഇങ്ങനെ ഒന്ന് ടച്ചപ്പ് ചെയ്തിട്ട് കുഞ്ഞിനെ കൊണ്ടുവിട്ടിട്ട് വന്നതാണ്. അപ്പോൾ ഇനി ഒന്ന് കുളിക്കണം. ഇട്ടോട്ട് പോകാനുള്ള ഡ്രസ്സ് ഒരെണ്ണമുണ്ട്, അതൊന്ന് തേച്ച് റെഡിയാക്കണം. തേക്കാം. നമ്മൾ തേക്കാൻ വന്നു. ഈ ഡ്രസ്സാണ് ഗൈസ്. ഇത് ഞാൻ ഒരുപാട് ഇട്ടിട്ടില്ല, ആകെ ഒരു പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ. ഇത് നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. കഴിഞ്ഞ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് അല്ല, കഴിഞ്ഞ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക്, ഇപ്പോൾ ഓഗസ്റ്റിലായിരുന്നു. അപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഞങ്ങളുടെ അച്ചായി വാങ്ങിച്ചു തന്നതാണ്. അപ്പോൾ ഇന്ന് ഇതിടാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഇതൊന്ന് തേക്കണം. ഫുള്ള് ചുരുണ്ട് കൂടി, കണ്ടില്ലേ? മടക്കി വെച്ച ആ മടക്ക് ഫുള്ളുണ്ട്, കണ്ടോ? അപ്പോൾ ഇത് തേക്കാം. തേച്ചിട്ട് കുളിച്ചിട്ട് പോവാം. ഓക്കെ. അയൺ ബോക്സ് ചൂടായിക്കൊണ്ടിരിക്കുന്നു. ടേബിളിൽ സ്ഥലമില്ല ഗൈസ്. കുറേ ബുക്കുകളും എല്ലാം പറക്കി നിരത്തി വെച്ചേക്കോ. അതൊന്ന് വൃത്തിയാക്കാനുള്ള മടി കൊണ്ടാണ് ഇത്രയും ഈ ഒരു ചെറിയ സ്ഥലത്തിട്ട് തേക്കുന്നത്. കൂടുതലാണോ നോക്കട്ടെ, ഒക്കെ കാണാൻ പറ്റുന്നുണ്ടോ? വലിയ ചൂടില്ല, എങ്കിലും സൂക്ഷിക്കണം. ഞാനങ്ങനെ തുണിയൊന്നും തേച്ചിടാറില്ല കേട്ടോ. ചില തുണികൾ, അതായത് ഒരുപാട് ചുളുങ്ങി, എൻ്റെ ഒരുവിധം ഡ്രസ്സുകളൊന്നും അങ്ങനെ അങ്ങ് ചുളുങ്ങി നശിച്ചിരിക്കാറില്ല. ചില ഡ്രസ്സുകൾ ഇതുപോലെ ആവുന്ന മെറ്റീരിയലുകളുണ്ടല്ലോ, അത് മാത്രം ഞാനിങ്ങനെ ഓടിച്ച് തേക്കാറുള്ളൂ. ഇത് പക്ഷേ നല്ല പണിയുണ്ട് ഗൈസ്. കാരണം ഫസ്റ്റ് കഴുകിയപ്പോൾ തന്നെ ഇത് ചുളുങ്ങിപ്പോയി. എന്ത് ചെയ്യും, നല്ല തുണിയാണ് പക്ഷേ ഒരുപാട് ചൂട് വേണ്ട.
എല്ലാവർക്കും ബർത്ത്ഡേ എന്ന് പറയുമ്പം പ്രത്യേകതര സന്തോഷമായിരിക്കും അല്ലേ. ഞാനൊക്കെ എൻ്റെ ബർത്ത്ഡേ എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമായിരിക്കും. ഞാനിങ്ങനെ ഈ വർഷം ബർത്ത്ഡേ ഇന്നിപ്പോൾ കഴിയും, ബർത്ത്ഡേ ഇന്നത്തെ ഡേ കഴിയുമല്ലോ. പിന്നെ എൻ്റെ അടുത്ത ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അടുത്ത വർഷം ഇതേ ദിവസമായിരിക്കും. വേറെ ഒന്നുമല്ല, എന്തോ ഒരു സന്തോഷമാണ് ഇങ്ങനെ ഒരു വർഷം ഫുള്ള് ബർത്ത്ഡേക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എല്ലാവരും പെട്ടെന്ന് സമയം പോകുന്നല്ലോ എന്നോർത്ത് വിഷമിക്കാറുണ്ട്. പക്ഷെ ഞാൻ ഓരോ വർഷവും എൻ്റെ ബർത്ത്ഡേയുടെ ഡേറ്റ് ഓർത്ത് ഇങ്ങനെ കാത്തിരിക്കുന്ന ആളാണ്. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഇപ്പോൾ കേക്ക് കട്ട് ചെയ്യാം, എല്ലാവരും ബർത്ത്ഡേ വിഷ് ചെയ്യും, അങ്ങനെയൊന്നുമല്ല. എൻ്റെ ബർത്ത്ഡേ ആരും ഓർത്ത് പോലും ഇരിക്കാറില്ല. എൻ്റെ ഒരു പ്രത്യേകത അതാണ്. അതായത് ഞാൻ എല്ലാവരുടെയും ബർത്ത്ഡേ ഓർത്തിരിക്കും. എനിക്ക് എൻ്റെ ലൈഫിൽ കുറച്ച് ചെറിയതായിട്ടെങ്കിലും ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നിയിട്ടുള്ള ഒരാളാണെങ്കിൽ അവരുടെ ഒരു കറക്റ്റ് ബർത്ത്ഡേ ഞാൻ ഓർത്ത് വെക്കും. ബർത്ത്ഡേ ഓർത്ത് വെച്ചിട്ട് ഇപ്പം അവരുടെ കറക്റ്റ് ബർത്ത്ഡേയുടെ ആ ദിവസം അവരെ വിഷ് ചെയ്യുക എന്ന് പറയുന്നത് എനിക്കത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. എനിക്ക് തിരിച്ച് എന്നെ എല്ലാവരും അതുപോലെ വിഷ് ചെയ്യണം അങ്ങനെയൊന്നും വിചാരിച്ചല്ല കേട്ടോ, വെറുതെ ഒരു സന്തോഷം. ആ ഒരു ഡേറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി അങ്ങ് മാറ്റി വെക്കും. അതായത് ഇപ്പം സെപ്റ്റംബർ മാസം ആരുടെയെങ്കിലും ബർത്ത്ഡേ ഉണ്ടെങ്കിൽ, എക്സാമ്പിൾ സെപ്റ്റംബർ മാസം ഒരു ബർത്ത്ഡേ ഉണ്ടെങ്കിൽ സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത് ഫുൾ ആ ഒരാളെക്കുറിച്ച് ഓർത്തിട്ടായിരിക്കും ഇരിക്കുന്നത്. അതുപോലെ ഡിസംബറിൽ ആരുടെയെങ്കിലും ബർത്ത്ഡേ ഉണ്ടെങ്കിൽ ആ ഒരു ഡിസംബർ മാസം ഫുൾ എൻ്റെ മൈൻഡിൽ വരുന്നത് ആ ഒരാളുടെ ബർത്ത്ഡേ. അങ്ങനെയാണ് ഓരോ മാസവും അങ്ങനെ ആയിരിക്കും. ഓരോ മാസവും ഞാൻ ആ ആളെക്കുറിച്ച് ഇങ്ങനെ ആ ബർത്ത്ഡേ ഉള്ള ആളെക്കുറിച്ച് ഓർത്തിരിക്കും. പക്ഷേ എൻ്റെ ബർത്ത്ഡേ ഉണ്ടല്ലോ ഗൈസ്, ഒരൊറ്റ മനുഷ്യരെ ഓർത്തിരിക്കില്ല. ആരെങ്കിലും ഓർത്തിരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ സാധാരണ എൻ്റെ ബർത്ത്ഡേ ആരും ഓർക്കാറില്ല. ഏറ്റവും ആദ്യം എൻ്റെ ബർത്ത്ഡേ മറക്കുന്ന ആരാണെന്നറിയോ? എൻ്റെ അമ്മ. പക്ഷേ ഞാൻ എല്ലാ വർഷവും ബർത്ത്ഡേയുടെ അന്ന് രാവിലെ അമ്മയെ വിളിച്ചിട്ട് അങ്ങോട്ട് വിളിച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ പറയും. എൻ്റെ ബർത്ത്ഡേയുടെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അമ്മയുടെ ബർത്ത്ഡേ. എങ്ങനെ പോയാലും കറക്റ്റ് ആ ഒരു ഇതിൽ വരും. അപ്പം അമ്മയുടെ ബർത്ത്ഡേക്ക് ഞാൻ ഓൾറെഡി വിളിച്ച് വിഷ് ചെയ്തെല്ലാം വെച്ചിട്ടുണ്ടാവും. എല്ലാ വർഷവും ഞാൻ അങ്ങോട്ട് അമ്മയെ വിളിച്ചിട്ട് രാവിലെ എണീറ്റ് അമ്മയെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ പറയും ഹാപ്പി ബർത്ത്ഡേയോ, അത് കഴിഞ്ഞായിരുന്നല്ലോ, ഇനി എന്ത് ബർത്ത്ഡേ? ഞാൻ പറയും എൻ്റെ ബർത്ത്ഡേ. അതാണ് എൻ്റെ അവസ്ഥ. പിന്നെ ചില ആളുകളുണ്ട്, ഇപ്പോൾ ചേച്ചോളും ചേട്ടനും ഒക്കെ രാവിലെ വിളിച്ചപ്പം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ അവരൊക്കെ ഡേറ്റ് ഓർത്തിരിക്കും. 5-ാം തീയതി ഡിസംബർ 5 എന്നുള്ള ആ ഒരു ഓർമ്മയിൽ ഇങ്ങനെ ഇരുന്നിട്ട് കറക്റ്റ് ഒരു 2-ാം തീയതി 3-ാം തീയതി ആകുമ്പം അതങ്ങ് മറന്നു. പിന്നെ ഡിസംബർ 5-ാം തീയതി ചിലപ്പം ഞാൻ പറയുമ്പോഴായിരിക്കും ഓർക്കുന്നത്, ചിലപ്പം വേറെ എങ്ങനെയും ഓർക്കുമായിരിക്കും. അപ്പം എൻ്റെ ബർത്ത്ഡേയുടെ സ്പെഷ്യാലിറ്റി അതാണ്, ആരുടെയും തലയിലിക്കത്തില്ല. പിന്നെ പറയേണ്ട ഒരാളെന്ന് വെച്ചാൽ ചേട്ടായിയാണ്. കാര്യം ഓർത്തിരിക്കാറുണ്ട്, ചിലപ്പോഴൊക്കെ ഓർത്തിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഓർത്തു, ചിലപ്പോൾ ഈ വർഷം ഓർക്കണമെന്നില്ല. അതുപോലെ മുമ്പത്തെ വർഷം ഓർത്തു, ചിലപ്പോൾ കഴിഞ്ഞ വർഷം ഓർക്കണമെന്നില്ല. ചിലപ്പോൾ ഓർക്കും, ചിലപ്പോൾ ഓർക്കത്തില്ല. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം ചിലപ്പോൾ മറന്നു പോകും, സ്വാഭാവികം. പിന്നെ എന്നെ പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഓർത്ത് വെക്കുന്നുണ്ട്. അപ്പം തേപ്പ് കഴിഞ്ഞു, നൈസായിട്ട് തേച്ചു. അപ്പം തേച്ചു, പക്ഷേ ഞാനത് അവിടെ മടക്കിയിട്ടിട്ട് അങ്ങ് നശിപ്പിച്ചു. ഒന്നുകൂടെ തേക്കണം അല്ലേ? കുഴപ്പമില്ല, ഇത് മതി. കാരണം ഞാനിത് ഇട്ടിട്ട് ഒന്നുകൂടെ തേച്ചേക്കാം. എന്തായാലും ഞാനിതിട്ടിട്ട് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, നല്ല വൃത്തിക്ക് ചുളുങ്ങിയിരിക്കും. ഒന്നുകൂടെ തേച്ചേക്കാം, ഒരു സുഖം തോന്നില്ല. ഒന്നുകൂടെ തേക്കട്ടെ. തേപ്പ് കഴിഞ്ഞു ഗൈസ്, ഇനി കുളിക്കണം. കുളിച്ചിട്ട് വരാം. ഓക്കെ, കുളിച്ചിട്ട് വന്നു ഗൈസ്, റെഡിയാവാം. ഓക്കെ, കുളിച്ചിട്ട് വന്നു ഗൈസ്. ഒരു കാര്യം കാണിച്ചു തരാം. എന്താണെന്നറിയോ? എൻ്റെ മുടി ഇന്ന് ഞാൻ ഷാമ്പൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനങ്ങനെ ഡെയിലി വല്ലപ്പോഴും അങ്ങനെ ഒന്നും ഷാമ്പൂ ചെയ്യാറില്ല ഗൈസ്. ഞാൻ ഒരുങ്ങാൻ തുടങ്ങിയപ്പോഴേ കറക്റ്റായിട്ട് ഒരുങ്ങാനിരുന്നപ്പോൾ കറണ്ട് പോയി. പിന്നെന്ത് ചെയ്യാൻ പറ്റും? ലൈറ്റിന് വേറെ ഓപ്ഷൻസ് ഇല്ല. ഇവിടെ വന്നു നിന്നാൽ എനിക്ക് ലൈറ്റ് കിട്ടും, പക്ഷേ എനിക്ക് ഇവിടെ നിന്ന് ഒരുങ്ങാൻ പറ്റത്തില്ല. ഇത് വെളിയിലോട്ടുള്ള ഡോറിൻ്റെ ആ ഒരു വെളിച്ചമാണ്, വേറെ ഓപ്ഷൻ ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു ഫുൾ ഒരുങ്ങി കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, വള, പുതിയ വളയാണ്. ഓക്കെ, സിന്ദൂരം ഇടുന്നത് നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. കൊളവായി ഗൈസ്. ഞാനങ്ങനെ സിന്ദൂരമൊന്നും ഇടാറില്ല, എന്താണെന്നറിയത്തില്ല ഗൈസ്. ഞാൻ സിന്ദൂരമായിട്ട് അങ്ങോട്ട് സെറ്റ് ആവാറില്ല. കാരണം എന്താണെന്ന് എനിക്കറിയത്തില്ല.
ഓക്കെ, പോയിട്ട് വരാം. ഇത് ശിവൻ്റെ അമ്പലമാണ്. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ വിഗ്രഹത്തിൽ തൊടാനോ അമ്പലത്തിനകത്ത് കയറാനോ, നമ്മൾ ജസ്റ്റ് ചുറ്റമ്പലത്തിനകത്ത് കയറി തൊഴുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. ഇവിടെ പക്ഷേ അങ്ങനെയൊന്നുമല്ല. ഇവിടെ കൂടുതലും വരുന്നത് എനിക്ക് തോന്നുന്നു സ്ത്രീകളാണെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിലെങ്ങാനാണെങ്കിൽ ഭയങ്കര പ്രശ്നമായേനെ. ഇവിടെ അവരവരുടെ ഇഷ്ടത്തിന് വന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന് അങ്ങനെയൊന്നും ഇല്ലെന്നുള്ളതിൻ്റെ ബെസ്റ്റ് തെളിവാണിത്. ഇവിടെ ഓവറായിട്ട് വിശ്വാസമുള്ള ആളുകൾ, അതായത് ഭയങ്കര വിശ്വാസം ഇവർക്ക്. ഓരോ ദിവസവും ഓരോ ദൈവങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ഒരു വിശ്വാസമുള്ള കൂട്ടത്തിലാണ്. പക്ഷേ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊരു നല്ല കാര്യം. പിന്നെ എല്ലാവരും ഈ വെള്ളം ഒഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മഹാദേവന് ജലധാര നടത്തുക എന്നാണല്ലോ അതിൻ്റെ ആ ഒരു ഇതറിയാമല്ലോ. അപ്പം അങ്ങനെ വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കും. വീട്ടിൽ നിന്ന് വെള്ളം മൊന്തയിൽ നിറച്ചിട്ട് കൊണ്ടുവന്ന് ഒഴിക്കുന്നവരുണ്ട്. അതുപോലെ അവിടെ വെള്ളം വെച്ചിട്ടുണ്ട്, അതൊഴിക്കുന്നവരുണ്ട്. പിന്നെ ഇപ്പം ചെയ്യുന്നത് പാലഭിഷേകം നടത്തുവാണേ. അപ്പോൾ അവിടെ ഒരു ആൻറ്റി പറയുന്നത് കേട്ടു, മഹാദേവന് പാലഭിഷേകം നടത്താൻ പാടില്ല എന്നൊക്കെ അങ്ങനെ എന്തോ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടായിരുന്നു. അവരറിയാതെ കൊണ്ടുവന്ന് ഒഴിച്ചാണെന്ന് അന്നേരം പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ അമ്പലത്തിനകത്തുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ്. നമ്മുടെ നാട്ടിലൊന്നും ഇത് പറ്റത്തില്ല, ഇല്ലേ? क्या प्रोग्राम? ये माता पूजन। उस दिन शादी हो गई भैया का।
नहीं नहीं, ये भैया की शादी तो अलग है, ये तो मेरी फ्रेंड की शादी, वो तो हो गई शादी भैया की। ओके ओके, ये तो मेरी फ्रेंड की शादी के पहले कर रहे हैं ना? हाँ, ये शादी से पहले कर रही हैप्पी मैरिड लाइफ। हूँ। आज तो कुंजू का बर्थडे। मेरा बर्थडे आपका नाम कुंजू है? नहीं, उनका नाम है, गुड़िया का नाम है तो कुंजू। उन्होंने तो हैप्पी बर्थडे कुंजू लगा रखा है। मैंने को भी ऐसा बुलाएगा। मेरा नाम मैंने देखा, उनका ही तो स्टेटस देखा, तो मेरे को लगा कि उनका। मैंने को भी सब കുഞ്ചു बुलाते मेरा नाम। ഈ നോർത്ത് ഇന്ത്യയിലൊക്കെയുള്ള ഒരു ആചാരമാണ് ഇത്. മാതാപൂജ എന്നാണ് പറയുന്നത്. അതായത് കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ കല്യാണത്തിന് 2 ദിവസം മുമ്പ് ഇതുപോലെ അമ്പലത്തിൽ വെച്ചോ വീട്ടിൽ വെച്ചോ അല്ലെ എന്തെങ്കിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വെച്ചിട്ട് ഇതുപോലെ പൂജ നടത്തും. അതായത് കല്യാണം കഴിഞ്ഞ സ്ത്രീകളാണ് ഈ പൂജ നടത്തുന്നത്. വിവാഹിതയായ സ്ത്രീകൾ എന്ന് പറയത്തില്ലേ, അവർ. അപ്പോൾ അവരാണ് ഈ പൂജ നടത്തുന്നത്. എന്തൊക്കെയോ രീതികളൊക്കെ ഉണ്ട്, എനിക്ക് അതൊന്നും പറഞ്ഞു തരാൻ അറിയത്തില്ല. ഞാനും ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. നമ്മുടെ വീട്ടിൽ ആൻറ്റി ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് മാതാപൂജയ്ക്ക് പോകണമെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ പക്ഷേ ഇതുവരെ പോയിട്ടില്ല. ഇനി ഞാൻ നെക്സ്റ്റ് ടൈം ആൻറ്റി പോകുമ്പോൾ ആൻറ്റിയുടെ കൂടെ പോയി ഡീറ്റെയിൽഡായിട്ട് വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഇത് പക്ഷേ ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു, എന്തോ സംഭവമൊന്നും മനസ്സിലായില്ല. ഞാനപ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു കുറച്ച് നേരം. അപ്പോൾ എനിക്ക് അറിയാവുന്ന ഒരു പെങ്കൊച്ച് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അതായത് നമ്മുടെ ആൻറ്റി അടുത്ത് തുണി തയ്പ്പിക്കാനൊക്കെ വേണ്ടി വരുന്ന ഒരു പെങ്കൊച്ച. അപ്പോൾ അതിനെ കണ്ടിട്ട് ഞാൻ അതിനോട് പോയി ചോദിച്ചു എന്തോ സംഭവം. അപ്പോൾ ആ കൊച്ചാണ് എനിക്ക് പറഞ്ഞു തന്നത് ഇതാണ് മാതാപൂജയാണ് അങ്ങനെയാണെന്നൊക്കെ. അപ്പം ഇതാണ് സംഭവം. ഞാനങ്ങനെ അതും കണ്ടു കുറച്ച് സമയം. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബ്രൈഡ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. എനിക്കങ്ങ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാനതൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെയൊക്കെ ഇങ്ങനെ നിന്നു. അപ്പോൾ വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു, നിങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചു തരാമല്ലോ. കുഞ്ഞു ഇത് കണ്ടിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുവാണേ അമ്മച്ചി കല്യാണത്തിന് പോയിട്ട് എന്താ എന്നെ കൊണ്ടുപോകാഞ്ഞെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ പോയതല്ല, അമ്പലത്തിൽ പോയപ്പോൾ കണ്ടതാണെന്ന്. അപ്പോൾ അങ്ങനെ ഇത് ഈ അമ്പലത്തിലെ തന്നെയുള്ള പ്രതിഷ്ഠകളാണ് ഇത് രണ്ടും. ഒന്ന് ദുർഗാമാതയും ഇപ്പുറത്തെ സൈഡിൽ ഞാൻ ആദ്യം കാണിച്ചിട്ടില്ലേ അത് സന്തോഷി മാതയാണ്. എന്ന് വെച്ചാൽ ഈ നോർത്ത് ഇന്ത്യയിലുള്ള ഏറ്റവും കൂടുതൽ നോർത്ത് ഇന്ത്യക്കാർക്കാണ് ഈ സന്തോഷി മാതായിൽ വിശ്വാസമുള്ളത്. നമ്മളെന്ത് പേരിട്ടാ അങ്ങനെ പറയും ആ ദൈവത്തെ വിളിക്കാമെന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇങ്ങനെ കല്യാണത്തിൻ്റെ മുമ്പുള്ള ചടങ്ങുകൾ, കന്യാപൂജകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരുവിധം ഈ കല്യാണത്തിന് മുമ്പുള്ള എല്ലാ കാര്യങ്ങൾക്കും ഈ സന്തോഷി മാതയുടെ അനുഗ്രഹം വേണം എന്നാണ് ഇവിടെയുള്ള ആളുകൾ വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ള ഒരിതുണ്ട്, ഒരുപാട് പേര് പറയാറുണ്ട്. അവിടെ വെച്ചാണ് മിക്കവാറും ഈ പൂജകളൊക്കെ നടത്താറുള്ളത്. പിന്നെ നമ്മുടെ ഈ ട്രാൻസ്ജെൻഡേഴ്സൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ സന്തോഷി മാതയെക്കുറിച്ച്. അല്ലാണ്ട് എനിക്കും അറിയത്തില്ല ഡീറ്റെയിൽഡായിട്ട്. കുറേ ആളുകളുണ്ടായിരുന്നു അവിടെ. എന്ത് ഭംഗി. പ്രാർത്ഥന കഴിഞ്ഞു ഗൈസ്. കുറച്ച് നേരം അമ്പലത്തിൽ ചെന്നിരിക്കുമ്പോൾ ഒരു സുഖമല്ലേ. ഞാൻ എപ്പോഴും പോവാറില്ല, ഇടയ്ക്കിടയ്ക്ക് പോവും സമയം കിട്ടുമ്പോൾ. അടുത്താണ് പക്ഷെ കുറച്ച് ദൂരമുണ്ട്, ഒരുപാട് ദൂരമില്ല. ഇതൊക്കെ ഇവിടെയുള്ള വലിയൊരു ഗാർഡനാണ്. ഗാർഡൻ ഞാൻ കാണിച്ചു തരാം. നേരത്തെ അവിടെ ഇഷ്ടംപോലെ പൂക്കളുണ്ടായിരുന്നു. അതായത് ആ തറയൊന്നും കാണാൻ പറ്റത്തില്ലായിരുന്നു, അത്രയ്ക്ക് പൂക്കളുണ്ടായിരുന്നു. കുറച്ച് നാൾ, ഒരു 2 മാസം മുമ്പ് അത് ഫുള്ള് വെട്ടിക്കളഞ്ഞിട്ട് അപ്പം പിന്നെയും പൊട്ടിക്കിളിച്ച് വരത്തില്ലേ, അങ്ങനെ വന്ന് പുതിയ പൂക്കളായത്. അതുകൊണ്ട് അത്രയും കാണുമ്പം അത്രയ്ക്കൊരു വാവ് ഫാക്ടറി ഇല്ല. ഞാൻ ശരിക്കും മറ്റേ പൂക്കൾ കിളിച്ച് നിൽക്കുന്ന കണ്ടപ്പം ആ ഒരു ഇത് പ്രതീക്ഷിച്ചാണ് എടുത്തത്. പക്ഷെ ഉള്ളിലോട്ട് അത്രയില്ല. ആദ്യത്തെ കുറച്ച് മാത്രമേ ഉള്ളൂ കൂടുതലുള്ളത്, പിന്നെ കുറവാണ്, ഒരുപാടില്ല. ഓക്കെ,
കുഞ്ഞുവിനെ മിസ് ചെയ്യുന്നു ഗൈസ്. സാധാരണ ഞാൻ കുഞ്ഞുമില്ലാതെ എങ്ങും പോകാറില്ല. ഏറെക്കുറെ 4 വർഷമായിട്ട് എൻ്റെ ഒരു ഡെയിലി റുട്ടീനെന്ന് പറയുന്നത് കുഞ്ഞുമില്ലാതില്ല. ബാത്റൂമിൽ പോകുമ്പോൾ പോലും കുഞ്ഞു എൻ്റെ കൂടെ വരാറുണ്ട്. ഫുൾ ടൈം കുഞ്ഞുവിൻ്റെ കൂടെ നടന്ന് ഇരുന്ന് കിടന്ന് ശീലിച്ചതുകൊണ്ടായിരിക്കും ഇപ്പം എന്തോ പോലെ. വിഷമമൊന്നുമില്ല, വിഷമമുണ്ടെന്നെങ്കിലും അവൾ കേൾക്കരുത്. ഈ വീഡിയോ എന്തായാലും അവൾ കാണും. വിഷമമുണ്ടെന്നാണ് അറിഞ്ഞ് നാളെ തൊട്ട് സ്കൂളിൽ പോകത്തില്ല. അമ്മച്ചി ഒന്ന് പറയാൻ വേണ്ടി കാത്തിരിക്കും ഞാൻ ചുട്ടിയെടുക്കാനെന്ന് പറയും. അതുകൊണ്ട് അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അങ്ങനെയല്ല, ഞാനെങ്ങും ഒറ്റയ്ക്ക് പോയിട്ടില്ല. അതുകൊണ്ടാണ് കുഞ്ഞുനാൾ മുതലേ എപ്പോഴും എൻ്റെ കൂടെ നിഴൽ പോലെ ഒരാളുണ്ടാവും. ചെറിയ പ്രായം മുതൽ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോകാനുള്ള ആയ ഒരു പ്രായം മുതൽ എൻ്റെ കൂടെ എൻ്റെ ഏറ്റവും അടുത്ത ചങ്കുണ്ടായിരുന്നു. അല്ലെങ്കിൽ ചേച്ചിയോളുണ്ടാവും എൻ്റെ കൂടെ എവിടെ പോയാലും. വേറെ ആരും ഇല്ലെങ്കിൽ അമ്മയുണ്ടാവും. പിന്നെ ഇങ്ങോട്ട് പിന്നെ വിഷ്ണുവേട്ടനുണ്ടാവും. പിന്നെ തൊട്ട് കുഞ്ഞുമാണെല്ലാം. വേറെ ആരും ഇല്ലെങ്കിലും കുഞ്ഞു ഉണ്ടാവാറുണ്ടതാണ്, ഉള്ളതാണ്. ഇപ്പം കുഞ്ഞുമില്ലാതെ ഞാൻ ആദ്യമായിട്ടാണ് ശരിക്കും പോകുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. കുഞ്ഞുവിൻ്റെ ആ ഒരു ബഹളത്തിനിടയ്ക്ക് എനിക്ക് ഞാനങ്ങനെ അങ്ങ് ലയിച്ചു പോയതുകൊണ്ടായിരിക്കും, അങ്ങനെ അങ്ങ് ആയിപ്പോയതുകൊണ്ടായിരിക്കും. ഒരു പച്ചക്കറി മാർക്കറ്റുണ്ട് ഗൈസ്. നമ്മൾ ചിലപ്പോഴൊക്കെ ഇവിടെ വന്ന് വാങ്ങിക്കാറുണ്ട്. പിന്നെ ഒരു പശു, കുറേ പശുക്കൾ. ഫുൾ വഴിയാണ് ഗൈസ്, ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാൻ അങ്ങോട്ട് പോയപ്പം പറയാൻ എനിക്ക് പറ്റിയില്ല. എന്താണെന്ന് വെച്ചാൽ അപ്പോൾ അവിടെ ഭയങ്കര മറ്റേ ഡ്രം കൊട്ടുന്നതിൻ്റെ ബഹളമായിരുന്നു. ഡ്രം അല്ലല്ലോ, ഡോലക്, സോറി, അതിൻ്റെ സൗണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. ഇതെന്തോന്നറിയോ, ഇതിന് ലോട്ടാന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലെ ചെറിയ മൊന്തയോ കൊടോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ ഇതിനകത്ത് ഇതെനിക്ക് ആൻറ്റി തന്നതാണ്. ഇത് ആൻറ്റിയുടെയാണ്. നമ്മളിപ്പോൾ പോയത് ശിവൻ്റെ അമ്പലമാണ്. അപ്പോൾ അവിടെ ജലധാര നടത്തുമല്ലോ. അപ്പം ഈ വീടുകളിൽ നിന്ന്, നമ്മുടെ വീട്ടിൽ നിന്ന് ഇതുപോലെ ലോട്ടയ്ക്കകത്ത് വെള്ളം നിറച്ച്, നമ്മുടെ വീട്ടിലുള്ള വെള്ളം ഇതിനകത്ത് നിറച്ചിട്ട് നടന്ന് അമ്പലത്തിൽ പോകണം. അപ്പോൾ അമ്പലത്തിൽ പോയിട്ട്, അപ്പോൾ ഈ വെള്ളമായിട്ട് പോയിട്ട് വേണം അവിടെ ചെന്ന് ജലധാര നടത്താൻ. നമ്മൾ വീടെത്താറായി. ഇത് കണ്ടോ, നമ്മുടെ വീടതാണ് ഗൈസ്. ഈ ചെടി കണ്ടോ, ഇതിവിടെ ഇങ്ങനെ പടർത്തിയിട്ടേക്കുവാണേ. ഇത് ഫുള്ള് ഒരു മാസം അല്ല, ഒരു 2 മാസത്തിനകത്ത് എന്തായാലും ഫുള്ള് ഓറഞ്ച് കളറാവുമേ. ഇതെന്തോ ഒരു ചെടി, എന്തോ ഒരു കാട്ടുചെടിയാണ്. ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോൾ കാണിച്ചു തന്നേ ഉള്ളൂ. കൊള്ളാമല്ലേ? അപ്പം നമ്മുടെ വീടെത്തി. രാധിയുടെ സാരിയൊക്കെ കഴുകിയിട്ടേക്കുന്നു ഗേറ്റിൽ. ഓക്കെ, രാധി എന്തോ പണിയിലാണ്. നോക്കാം. क्या कर रहे हैं? ये है ना गुलाब, अभी नहीं आ रहे ना, तो कटिंग करनी चाहिए इनकी। हमने बड़े बड़े हो गए कटिंग करती, अब ये फूटेंगे, खूब फूल आएंगे। हमारा देखा ना, अभी देख के आया अभी। अब कितने फूल आ रहे हैं। मैं उन्होंने कटिंग कर दी, ऐसे छोटे छोटे करे, ऐसे फूल आ।
दुकान पे नहीं जाना, ये काम कर। छुट्टी मार के काम करो। और क्या? अपना टाइम पास हाँ है भाई, कहीं भी करो, टाइम पास करना, काम करो, യെസ്, है ना देख। ടൈം പാസ് वो കറോ. क्या इधर उधर जाना, ये क्या? ആദ്യം പറയുമായിരുന്നു റോസാ ചെടി ഒരുപാട് വളർന്ന് വെറുതെ ഇങ്ങനെ പോവാണ്, അതുകൊണ്ട് വെട്ടി വെട്ടി ചെറുതാക്കിയിട്ട് പെട്ടെന്ന് പൂ പിടിക്കും. നമ്മളവിടെ കണ്ടില്ലേ ഇപ്പോൾ, അതിൻ്റെ കാര്യമാണ് പുള്ളിക്കാരി പറഞ്ഞു. അവിടെ കണ്ടില്ലേ എപ്പോഴെപ്പോഴും വെട്ടി വെട്ടി കൊടുക്കുമ്പോൾ നന്നായിട്ട് പൂ വിളിക്കുന്നു. ഓക്കെ, ചെറിയൊരു ടിപ്പായിട്ട് വെച്ചോ ചെടി വളർത്തുമ്പോൾ. നമ്മുടെ വീട്ടിലെ ലൈറ്റ് വന്നു, ഞാൻ പോയപ്പം കറണ്ട് പോയിരുന്നതാണല്ലോ, അപ്പം ലൈറ്റ് ഓഫ് ചെയ്യാൻ മറന്നുപോയി. ഞാൻ അങ്ങനെ അങ്ങ് പോയി ലോക്ക് ചെയ്ത് ലോക്ക്. ഓക്കെ, ഞാനൊന്നും കഴിച്ചില്ല ഗൈസ്. ഇപ്പോൾ സമയം 12:15. ഒരുപാട് സമയം അമ്പലത്തിയിരുന്നു. അപ്പം വിശക്കുന്നു, വല്ലതും കഴിക്കണം. അമ്പലത്തിൽ പോയതുകൊണ്ട് കഴിക്കാൻ ഞാൻ വേറെ ഒന്നുമല്ല, വെറുതെ ഒരു രസം. അപ്പം ആദ്യം ഈ ലോട്ട കൊണ്ട് കൊടുക്കട്ടെ. ലോട്ടയാണോ ലൂട്ടയാണോ എന്നറിയില്ല, ലോട്ടയാണെന്ന് തോന്നുന്നു. ആൻറ്റി തന്നതാണ്. ഞാനെപ്പോഴും അമ്പലത്തിൽ ഇങ്ങനെ പോകുമ്പം വീട്ടിൽ നിന്ന് വെള്ളം നിറച്ചുകൊണ്ട് പോകുമ്പോൾ ആൻറ്റി എനിക്ക് ഇതുപോലെ ഒരുപാട് ലോട്ടകൾ തരാറുണ്ട്. ഞാൻ തിരിച്ചു കൊടുക്കാറുണ്ട്, അതുകൊണ്ട് പിന്നെയും തരും. ഓക്കെ, ആൻറ്റിയും കൂടെ കണ്ടിട്ട് വരാം. ആൻറ്റി ഉണ്ടോ എന്ന് അറിയത്തില്ല, നോക്കട്ടെ. അമ്മൂമ്മ പറഞ്ഞത് വെച്ച് നോക്കിയിട്ട് അവരെവിടെയോ കറങ്ങാൻ പോയെന്നാണ് തോന്നുന്നത്. അവർക്ക് ഇങ്ങനെ കറങ്ങി നടന്നാൽ മതിയല്ലോ. അമ്മായിയമ്മയാണേ പുള്ളിക്കാരിയുടെ. ആൻറ്റി 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 നെയ് ലൗട്ട ബാജ് മെന്തി ദുഃഖ. ആൻറ്റിയുടെ കഥ അടച്ചേക്കുവാണ്. തിരിച്ചടച്ചു. നമുക്ക് ലോട്ട കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ വെക്കാം. ആൻറ്റിയോട് ഞാൻ പറഞ്ഞില്ലായിരുന്നു എൻ്റെ ബർത്ത്ഡേ ആണെന്ന്. ഇപ്പോഴല്ല, നേരത്തെ പറഞ്ഞില്ല. കാരണം എന്താണെന്നറിയാവോ, ആൻറ്റിക്കൊരു പ്രത്യേകതയുണ്ട്. ആൻറ്റി എന്തെങ്കിലുമൊക്കെ പൈസ കൊടുത്ത് ഓരോ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചങ്ങ് വെക്കും, നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ. എന്നും പറഞ്ഞ് ഇന്ന് രാവിലെ ചെന്ന് പറഞ്ഞാലും ആൻറ്റി എന്തെങ്കിലും എവിടുന്നേലും ഒപ്പിക്കും. എന്നെ ഞെട്ടിച്ച ഒരു സംഭവം ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആദ്യമായിട്ട് അത്രയും ഞാൻ സർപ്രൈസായിട്ടൊരു സംഭവം. എല്ലാവരും ഗിഫ്റ്റൊക്കെ തരാറുണ്ട്, അങ്ങനല്ല. പക്ഷേ ഞാൻ ശരിക്കും ഒരു വണ്ടർ അടിച്ചു പോയൊരു അവസ്ഥയെന്ന് പറയും ഇവിടെ വന്ന സമയത്ത്. അതായത് ഒരു 2 വർഷം മുമ്പുള്ള എൻ്റെ ബർത്ത്ഡേ ആണെന്ന് തോന്നുന്നു. 2 വർഷം മുമ്പുള്ള 2 3 വർഷം മുമ്പുള്ള ഒരു ബർത്ത്ഡേ, ഓർക്കുന്നില്ല 2 ആണോ 3 ആണോ. ആ ബർത്ത്ഡേക്ക് ഞാൻ നോർമലി പോലെ രാവിലെ എണീറ്റ് വെളിയിലോട്ട് ഇറങ്ങിയിട്ട് കുഞ്ഞാണ്. അപ്പം ഞാനപ്പം പറഞ്ഞു, ഞാൻ അവരോട് രാവിലെ ചെന്നിട്ട് പറഞ്ഞു, കണ്ടപ്പം ആൻറ്റി ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് ആൻറ്റി എന്ന് പറഞ്ഞു. ആണോ, ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഹാപ്പി ആയിട്ട് പുള്ളിക്കാരി എന്തോ ഫുഡൊക്കെ ഉണ്ടാക്കി എനിക്ക് കൊണ്ട് തന്നു. ഞാൻ ഹാപ്പി ആയിട്ട് കഴിച്ചു. പക്ഷേ കുറച്ച് കഴിഞ്ഞെന്ന് വെച്ചാൽ ഒരു വൈകുന്നേരം ആയപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, രാവിലെ എനിക്ക് അമ്പലത്തിൽ പോകാനപ്പോൾ സമയം കിട്ടിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അമ്പലത്തിലൊന്ന് പോകണം, എൻ്റെ കൂടെ വരണേന്ന് പറഞ്ഞു. ഇവിടെ അടുത്തുള്ള അമ്പലത്തിലൊന്നും ഒറ്റയ്ക്ക് പോകാനന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു, വഴിയൊന്നും കറക്റ്റ് അറിയത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ കൂടെ ഒന്ന് അമ്പലത്തിൽ വരണേന്ന് പറഞ്ഞു. ഹിന്ദി കൂടി എനിക്ക് അറിയില്ല. അപ്പോൾ സ്കൂളിലൊക്കെ പഠിച്ച ഒരു ഹിന്ദിയുടെ പച്ച വെച്ചിട്ട് ഞാനങ്ങ് സംസാരിക്കും. എൻ്റെ ഹിന്ദി ഇവിടെ ആർക്കും മനസ്സിലായില്ലെങ്കിലും വളരെ വ്യക്തമായിട്ട് ആൻറ്റിക്ക് മനസ്സിലാവും. അതാണ് എൻ്റെ ഒരു സമാധാനം. ഞാൻ എന്ത് പറഞ്ഞാലും അവർക്ക് മനസ്സിലാവും. നമ്മുടെ നാട്ടിലുള്ള ഹിന്ദിയിലാണ് പറയുന്നത്, പക്ഷെ ഗ്രാമറൊന്നും തെറ്റിയാലും അവർക്ക് കുഴപ്പമില്ല, അവർക്ക് കാര്യം മനസ്സിലാവും. ഞാൻ ബാക്കി ആരോട് എന്ത് പറഞ്ഞാലും അവരിങ്ങനെ വാ തുറന്നിട്ട് നോക്കിക്കൊണ്ട് ഇത് എന്ത് തേങ്ങ പറയുന്നതെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ എന്ത് പറഞ്ഞാലും ആൻറ്റിക്ക് മനസ്സിലാവും. ഞാൻ നാട്ടിലുള്ള ഉത്സവത്തിൻ്റെ കഥകൾ, നമ്മുടെ മാലിമേൽ അമ്പലത്തിൻ്റെ ഉത്സവത്തിൻ്റെ 10 ദിവസത്തെ കഥകൾ ഒറ്റ ഇരിപ്പിന് പറഞ്ഞു തീർത്താലും ആൻറ്റി ഉത്സവം കണ്ട പ്രതീതിയിൽ വണ്ടറടിച്ചിരിക്കും. നമ്മുടെ പൊങ്കാലയുടെ കഥകൾ പറഞ്ഞാൽ അതേപോലെ തന്നെ വണ്ടറടിച്ചിരിക്കും. പിന്നെ ഞാൻ എന്തോ പറഞ്ഞു വന്ന കൂട്ടത്തിൽ വൃശ്ചിക മാസം തുടങ്ങിയപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ അയ്യപ്പൻ്റെ കാര്യങ്ങളും. ഇവിടെ അയ്യപ്പൻ അത്ര അറിയില്ല ആർക്കും. അപ്പോൾ അയ്യപ്പൻ്റെ കാര്യങ്ങളും അയ്യപ്പൻ്റെ അമ്പലത്തിലെ കാര്യങ്ങളും നമ്മുടെ വൃശ്ചിക മാസത്തിൻ്റെ പ്രത്യേകതകളും കഞ്ഞി സദ്യ, അതിൻ്റെ കറികൾ, ശബരിമലയിൽ പോകുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. അവർ ഭയങ്കര വണ്ടറടിച്ചൊക്കെ കേട്ടുകൊണ്ടിരിക്കും. പക്ഷേ വേറെ വല്ലവരോടോ പറയുന്നെങ്കിൽ അവർക്കൊന്നും മനസ്സിലാവത്തുമില്ല. അവസാനം ഞാൻ വെറുതെ അളിഞ്ഞു പോവും. ഞാൻ പറഞ്ഞു വന്നത് പുള്ളിക്കാരിയുടെ കാര്യം. അങ്ങനെ വൈകിട്ട് ബർത്ത്ഡേക്ക് അമ്പലത്തിൽ പോകാൻ വേണ്ടി പുള്ളിക്കാരിയെ വിളിച്ചുകൊണ്ട് ഞാൻ പോയി. പുള്ളിക്കാരി എന്നെ ഈ നാട്ടിലുള്ള ഒരു 3-4 അമ്പലത്തിലും കൊണ്ടുപോയി. ഒരു 4:30 ആയപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി
5 മണി 6 മണി വരെ ഈ നാട്ടിലുള്ള കുറേ അമ്പലങ്ങളിൽ ഞാൻ അന്ന് വരെ പോയിട്ട് പോലും ഇല്ല. ഇവർ പഞ്ചാബികളാണ്. അപ്പം ഇവർ ഗുരുദ്വാരയിൽ പോവും. ഗുരുദ്വാര എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു അമ്പലം, പഞ്ചാബികളുടെ ഒരു അമ്പലമല്ല ശരിക്കും, ഗുരുനാനാക്കിൻ്റെ ആ ഒരു ഇതിൽ നടത്തുന്ന ഒരു സ്കൂളാണത് ശരിക്കും. അവിടെ സ്കൂളും കൂടെ ചേർന്നിട്ട് അകത്ത് അവർ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അവരുടേതായ വിശ്വാസങ്ങൾ. അപ്പം പുള്ളിക്കാരി അവിടെ കൊണ്ടുപോയി. ഞാൻ അവിടെ ചെന്നും പ്രാർത്ഥിച്ചു. നമുക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ, നമ്മളെവിടെ ചെന്നാലും പ്രാർത്ഥിക്കുമല്ലോ, നമുക്ക് ആരായാലും കുഴപ്പമൊന്നുമില്ല, എല്ലാം ഒരേപോലെ അല്ലേ. ഞാൻ പ്രാർത്ഥിച്ചു. പുള്ളിക്കാരി തിരിച്ച് എൻ്റെ അടുത്ത് ഇങ്ങനെ അമ്പലത്തിലല്ലേ ഇത് ചുറ്റി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഒരു ചെറിയൊരു വീട് പോലെ ഒരു സ്ഥലത്ത് അകത്തോട്ട് കയറിപ്പോയി. ഒരു ചെറിയൊരു വീടിനകത്ത്, വീട് വലിയ വീടാണ്, പക്ഷേ അകത്തോട്ട് ഒരുപാട് ഇടുക്ക് പോലെ. ഞാൻ വിചാരിച്ചു ഇനി ഇതിനകത്തും എന്തെങ്കിലും അമ്പലം കാണുമോ, അറിയാൻ പറ്റില്ല. ഞാൻ ഇനി ഇതിനകത്ത് ഭജന വല്ലതും ഉണ്ടോ എന്തോന്ന് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞു ഞാനിങ്ങനെ പുള്ളിക്കാരിയുടെ കൂടെ പോയി. അകത്ത് ചെന്നിട്ട് പുള്ളിക്കാരി അവിടെ ഞാൻ നോക്കിയപ്പോൾ ഒരു ചെറിയൊരു ഫാൻസി സ്റ്റോർ പോലുണ്ട് അതിനകം. വീടാണ്, വീടിനകത്തുള്ള ഒരു ഫാൻസി സ്റ്റോർ. അങ്ങനെ പുള്ളിക്കാരി അവിടുന്ന് കുറേ സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും വാങ്ങിക്കാൻ വന്നതായിരിക്കും എന്ന്. ശരിക്കും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്കുള്ള സാധനം വാങ്ങിക്കാൻ വന്നതെന്ന്. പെട്ടെന്ന് ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ട് അവർ പോയി അവിടെ ചെന്നിട്ട് പറഞ്ഞ് എന്തോ ഹിന്ദി അവരുടേതായ ഇതിലാണ് പറഞ്ഞത്. എനിക്കൊന്നും മനസ്സിലായില്ല, എനിക്ക് ഒട്ടും അറിയത്തില്ലായിരുന്നു ഹിന്ദി അന്നേരം. ഇപ്പോൾ പിന്നെ എല്ലാം മനസ്സിലാവും. അന്ന് എനിക്ക് ഒന്നും അറിയത്തില്ല ഹിന്ദി. എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ 100 വട്ടം ചോദിക്കും. അതെന്ന് വെച്ചാൽ എന്തുവാ മത്ലബിൻ്റെ കാര്യം, അത് മാത്രം മത്ലബെന്ന് മാത്രം അറിയാം. എന്ത് ചോദിച്ചാലും ഞാൻ മത്ലബ് ക്യായേ എന്ന് ചോദിക്കും. ഇംഗ്ലീഷിൽ അറിയാവുന്ന വാക്കുകളാണെങ്കിൽ അവരെനിക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞുതരും. അതറിയത്തില്ലെങ്കിൽ അവരും ഇങ്ങനെ ഇരുന്ന് ആലോചിക്കും എന്തുവായിരുന്നു ഇതിൻ്റെ മീനിങ്. അപ്പം അങ്ങനെ പുള്ളിക്കാരി എനിക്ക് ഒരു വള വാങ്ങിച്ചു തന്നു. ഒരു വളയെന്ന് വെച്ചാൽ ഇവിടുത്തെ കട എന്നാണ് അതിന് പറയുന്നത്, കടയെന്നതിന് പറയുന്നത്. അപ്പം കട ചൂടി അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അത് നല്ല ഒരു 250-300 രൂപയായിരുന്നു ആ വളയ്ക്ക്. ഞാൻ കാണിച്ചു തരാം. ആ വള എൻ്റെ കയ്യിലുണ്ട് ഇപ്പോഴും. ഫുള്ള് വള എൻ്റെ കയ്യിലില്ല കേട്ടോ. അതിൻ്റെ 2 ചെറിയ വളയും പിന്നെ അതിൻ്റെ നടുക്ക് വെക്കാൻ വേണ്ടി ഒരു വലിയ നല്ല കനമുള്ള വള. നല്ല ഭംഗിയായിരുന്നു കാണാൻ. കുറേ ഉണ്ടായിരുന്നു, കുറേ കളറ്, പച്ച ചുമപ്പ് അങ്ങനെ. എനിക്ക് പക്ഷേ അതിനകത്ത് ആ കളറാണ് പെട്ടെന്ന് ഇഷ്ടപ്പെട്ടത്. ഞാനത് ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. 6 എണ്ണം ഉണ്ടായിരുന്നു. അതിൽ 3 എണ്ണം ഞാൻ എടുത്തു. 3 എണ്ണം നാട്ടിൽ പോയപ്പോൾ ചേച്ചിയൊക്കെ കൊണ്ട് കൊടുത്തു. ചേച്ചിയോളെ എന്നെക്കാട്ടിലൊരു വളപ്പരാന്തേ. ഞാൻ ശരിക്കും എനിക്ക് വളയോട് അത്ര ഒരു ഇതൊന്നുമില്ല. ചേച്ചിയോളിങ്ങനെ ഇത് കണ്ടിട്ട് എനിക്ക് വളയോടൊരു ഇഷ്ടം ഉണ്ടെന്നേ ഉള്ളൂ, അല്ലാണ്ട് എനിക്കങ്ങനെ ഞാൻ വളയിടാറേ ഇല്ല. പിന്നെ ഇവിടെ വന്ന് ഇവിടുത്തെ ആളുകളുടെ കൂടെ പിടിച്ച് നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതെങ്കിലും ഇട്ടുകൊണ്ട് നടക്കുന്നത്. അപ്പം ആ വള ഞാൻ കാണിച്ചു തരാം ഗൈസ്. നോക്കട്ടെ എവിടെയാണെന്നോ. ഞാൻ എടുത്തായിരുന്നു കുറച്ച് മുമ്പേ, മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ എടുത്തായിരുന്നു. അതിൻ്റെ ഈ വളയാണത്. അത് ഒടിഞ്ഞു പോയി. ഒരെണ്ണം എവിടെയോ ഉണ്ട്. കുഞ്ഞും എടുത്ത് കളിക്കുകയൊക്കെ ചെയ്യും. ഇത് എൻ്റെ കയ്യിൽ നിന്ന് ഊരിയപ്പോൾ, കുഞ്ഞു ഓടിച്ചതല്ല കേട്ടോ, ഇത് കുഞ്ഞു ഊരിയപ്പം എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ തന്നെ ഊരിയപ്പം അതിങ്ങനെ അങ്ങ് വളഞ്ഞു പോയതാണ്. എന്തോ പറ്റി തണുത്ത് പോയി. എന്തോ പറ്റിയതാണെന്ന് അറിയത്തില്ല. കുറേ നാളായില്ല, ഞാൻ ഒരുപാട് ഉപയോഗിച്ചു. ഞാൻ ഈ വള ഒടിയുന്നത് വരെ ഞാൻ വേറെ വളയൊന്നും വാങ്ങിച്ചിട്ടില്ല. ഈ വള തന്നെയായിരുന്നു ഞാൻ എവിടെ പോയാലും ഇട്ടുകൊണ്ട് പോകുന്നത്. ആൻറ്റി തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട് നിനക്ക് വേറൊരു വള വാങ്ങിച്ചിട്ടുകൂടെയെന്ന്, അല്ലെങ്കിൽ ഞാൻ വാങ്ങിച്ചുതരാം. ഞാൻ വേണ്ട, എനിക്ക് ഈ വള മതി. എനിക്ക് വാങ്ങിക്കാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് വാങ്ങിക്കാൻ ഞാൻ. അപ്പോൾ ഇതാണ് അതിൻ്റെ കൂടെയുള്ള ചെറിയ വള. വലിയ വള ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ വള. ഇത് ഒരെണ്ണം മാത്രം ഇട്ടാൽ മതി. എന്ത് ഭംഗിയാണെന്നറിയോ. എനിക്ക് ഭയങ്കര ഇഷ്ടം, ഒരുതരം ക്രേസ് തോന്നിയ ഒരു വളയായത്. നിങ്ങളിൽ ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും വള ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഒടിഞ്ഞു പോയി ഗൈസ്. എന്നാലും ഞാനിത് മാത്രമായിട്ട് ഇട്ടുകൊണ്ട് നടക്കും. ചേച്ചിയോടെ അതിലുണ്ട് ഇതിൻ്റെ സെയിം. അത് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ പോയപ്പോൾ ഒരു പ്രാവശ്യം ഇതേ കളർ നോക്കി വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു ഒരെണ്ണം. അതെന്തെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അതെവിടാമെന്ന് എനിക്ക് ഓർമ്മയില്ല ഗൈസ്. ഇവിടെ തന്നെ ഉണ്ട്, പുറത്തെങ്ങും പോയിട്ടില്ല, ഈ വീട്ടിൽ തന്നെ ഉണ്ട്. കുഞ്ഞുണ്ടായതുകൊണ്ട് പിന്നെ ഇതൊക്കെ എവിടെ നിന്നാണെന്ന് കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടാം, ബുദ്ധിമുട്ട്. ഓക്കെ, അപ്പം ഞാൻ ഇന്നാൾ പോയപ്പം വാങ്ങിച്ച വളകൾ, ഈ വളയുടെ കൂടെ വാങ്ങിച്ച വളകളാണിത്. പിന്നെ കുഞ്ഞിനും കുറേ വളകൾ വാങ്ങിച്ചു. എനിക്ക് അവിടെ നിന്ന് ആ കടക്കാരൻ ഒരു ബോക്സ് തന്നു വള ഇട്ട് വെക്കാൻ വേണ്ടി. ഇത്രയും വള വാങ്ങിച്ചല്ലേ, അപ്പം പിന്നെ ഒരു ബോക്സും കൂടെ തരണ്ടേ എന്ന് വിചാരിച്ച് തന്നെയായിരിക്കും. എനിക്കെന്തായാലും കിട്ടിയത് ഉപകാരമായി. കാരണം ഞാൻ ഈ വളയൊക്കെ ഇവിടെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശരിക്കും ഈ ബോക്സ് കിട്ടിയോണ്ട് ഞാൻ അത്യാവശ്യമെല്ലാം ഇതിനകത്താക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം എൻ്റെ കൈ തട്ടി 2 വള താഴെ പോയിട്ട്.
കാണിച്ചു തരാം. കണ്ടാ, ഇതാണ് ആ ബോക്സ്. ഇത് ഞാൻ പിന്നെ ഒരിക്കൽ വാങ്ങിച്ച വളയാണ്. ഓക്കെ, അതിനു മുമ്പ് വേറൊരു കാര്യം പറയാനുണ്ട് ഗൈസ്. ഞാൻ അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയില്ലേ, അപ്പോൾ എനിക്ക് പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നു. 1 2 3 പാഴ്സൽ വന്നിട്ടുണ്ട്. എന്തുവാണെന്ന് ഞാൻ തുറന്ന് നോക്കിയില്ല, എനിക്ക് മനസ്സിലാവുന്നില്ല ഒന്നും കണ്ടിട്ട്. അതൊന്നും എഴുതിയിട്ടൊന്നുമില്ല. അപ്പം പാഴ്സൽ പൊട്ടിച്ചു നോക്കാം. ചേട്ടായാണ് വിളിച്ചു പറഞ്ഞത് പാഴ്സൽ വരുന്നുണ്ട്, അതുകൊണ്ട് ഇത് വാങ്ങിച്ചു വെച്ചിട്ട് അമ്പലത്തിൽ പോകാനുള്ളത്. അതുകൊണ്ട് ഞാൻ കുറേ സമയം കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ എപ്പോഴേ അമ്പലത്തിൽ പോയതിനായിരുന്നു. എന്തുകൊണ്ടോ നോക്കട്ടെ. ഇങ്ങനല്ലായിരുന്നു ഗൈസ് പൊട്ടിക്കുന്നത്. കുഴപ്പം ഇത്ര ഭംഗിയിൽ പൊട്ടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, കളയാനുള്ള കവറല്ലേ. എനിക്ക് സാധനം മനസ്സിലാവില്ലല്ലോ. എന്തോ ഒരു സാധനം, ക്രിസ്മസ് പപ്പാടെ ഡ്രസ്സോ നോക്കട്ടെ കാര്യം. ഇങ്ങനൊരു സാധനം ഉണ്ടായിരുന്നു. ഗുഡ്. ഇത് കുഞ്ഞു പിള്ളേരുടെ ഡ്രസ്സ് പോലെ ഉണ്ടല്ലോ. കുഞ്ഞൂനല്ലേ? ആണല്ലോ, കുഞ്ഞൂനാണ് ഗൈസ്. അയ്യോ, ഇതിൻ്റെ ചുവപ്പ് കളറായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പാൻറ് ഗൈസ്. അയ്യോടാ, നല്ല പഞ്ഞിയുണ്ട പോലിരിക്കുന്നു. കൊള്ളാം ഗൈസ്, എനിക്കിഷ്ടമായി. കുഴപ്പമില്ല, നല്ല സാധനം. അടുത്തത് നോക്കാതെ. ഇനി യൂട്യൂബിൽ നിന്നാണ് വന്നതായിരിക്കും. നോക്കട്ടെ, ഒരെണ്ണം കണ്ടപ്പോൾ അടുത്തത് കാണാനൊരു ക്യൂരിയോസിറ്റി. ബാഗ് ഗൈസ്, വലിയ ബാഗാണ്. കൊള്ളാമോ? ഞാൻ നോക്കട്ടെ. ഇതിങ്ങനെ പിടിക്കാനുള്ള ഇതൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇടാൻ പറ്റത്തില്ലല്ലോ. ഇങ്ങനെ ഇടാം. കൊള്ളാമല്ലേ? എനിക്ക് ബാഗ് ഇല്ലായിരുന്നു ഗൈസ്. എനിക്കിഷ്ടമായോ? കുഞ്ഞു വരുമ്പോൾ ഞെട്ടും. ഇതൊന്നും ഞാൻ വാങ്ങിച്ചല്ല കേട്ടോ. ഓക്കേ, ഇതായിരുന്നു നമുക്ക് ആവശ്യം. ഞാൻ ആലോചിക്കുകയും ചെയ്തു, ഈ സാധനം ഇല്ലേന്ന്. എനിക്ക് ഈ കുഞ്ഞു ബാഗില്ലേ ഇങ്ങനെ ഇടുന്നത്, അത് അത്രയ്ക്കൊരു കംഫർട്ടബിൾ അല്ല ഗൈസ്. സത്യസന്ധമായിട്ട് പറയണമെങ്കിൽ കുറച്ചുകൂടെ ഇങ്ങനെ ലോങ് ആണെങ്കിൽ കുറച്ചുകൂടി ഇഷ്ടമായിരുന്നു. കൊള്ളാം ഗൈസ്, എനിക്കിഷ്ടപ്പെട്ടു. പൈസ എത്ര ആയെന്ന് ഓർമ്മയില്ലല്ലോ. അത് കാണത്തില്ലേ? പിന്നെ നോക്കാം. പിന്നെ ഞാൻ പ്രൈസ് എല്ലാം പറഞ്ഞു തരാവേ. ടൈം ആവുന്നു, ഇപ്പോൾ കുഞ്ഞുവിനെ വിളിക്കാൻ പോകണം. ഇതെന്തുമായിരിക്കും? ഓരോ പാഴ്സൽ തുറക്കുമ്പോഴും എന്തായിരിക്കും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി, അതാണ് നമുക്ക് ആവശ്യം. ഞാനൊന്നും കഴിച്ചില്ല ഗൈസ്, എനിക്ക് വിശക്കുന്നു. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് കഞ്ഞിയും ചോറും എല്ലാം കൂടെ ഒരുമിച്ചും കഴിക്കാമല്ലേ. യൂണിഫോമോ?
നോ ഐഡിയ. പാൻറ്റോ? പാൻ്റല്ല ഗൈസ്, ടീഷർട്ടോ? ഫ്രണ്ടും ബാക്കൊന്നും ഇല്ലേ? മറ്റേ സാധനം ഇപ്പം പിടികിട്ടി. ഇതിങ്ങനെ ഇരിക്കുന്ന സാധനമല്ലേ, ഹൂഡി അങ്ങനത്തെ അല്ലേ പറയുന്നത്? മനസ്സിലായില്ലേ? സെറ്റ്. കൊള്ളാം. ബ്ലൂ കളർ. എങ്ങും ആലോചിക്കേണ്ട, ബ്ലൂ കളറാണെങ്കിൽ ചേട്ടായി തന്നെ വാങ്ങിച്ചത്. ഞാൻ പക്ഷേ ഇത് ഇടയ്ക്ക് ഒരു ദിവസം പറഞ്ഞായിരുന്നു കേട്ടോ. എപ്പോഴാണ് പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. എപ്പോഴോ ഞാൻ പറഞ്ഞ പോലെ തോന്നുന്നു. അതിലെനിക്ക് ഇതുപോലെ ഒരെണ്ണം വേണമെന്ന് ആഗ്രഹമുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. സർപ്രൈസ്. കുഞ്ഞു പറയുന്ന പോലെ ഒരു സർപ്രൈസ് ഉണ്ട് ഗൈസ്. ഇഷ്ടപ്പെട്ടു. 3 പാഴ്സലേ ഉള്ളൂ, തീർന്നു പോയി. ഓരോ പാഴ്സൽ തുറക്കുമ്പം വീണ്ടും വീണ്ടും തുറക്കാൻ തോന്നുന്നു ഗൈസ്. സെറ്റ്. പോവാം. ഗൈസ് നമ്മൾ കുഞ്ഞിനെ വിളിച്ചു ഗൈസ്. ഇല്ലേ കുഞ്ഞോ? ഇതിൽ പറയാനുണ്ടോ ഗൈസ്? ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു ഒരു സർപ്രൈസ് ഉണ്ടെന്ന് വീട്ടിൽ. കുഞ്ഞു ചോദിച്ച് കേക്ക് വാങ്ങിച്ചോന്ന്. അവന് കേക്ക് വാങ്ങിക്കാൻ ആളില്ലല്ലോ, കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. കുഞ്ഞു ചോദിച്ചാൽ എനിക്കറിയാം ആളാണോ, കസേരയിലിരിക്കുന്ന ആളാണോ എന്ന്. അല്ല, അതൊക്കെ ഉള്ള സാധനങ്ങളാണ്. അതൊന്നും അല്ല. സർപ്രൈസ് എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റത്തില്ലല്ലോ. ഗായ്സിനറിയാം. എന്തുവാ? ആണോ? സർപ്രൈസ് ആണോ? പശു വരുന്നുണ്ട്. ഫസ്റ്റ് പാസഞ്ചർ പോലെ വരും. നമ്മളൊരു സ്ഥലത്ത് വന്നിരിക്കുകയാണ് ഗായ്സ്. ഹായ് ബോലോ. നമ്മൾ ആൻറ്റിയുടെ കൂടെ വന്നിരിക്കുകയാണ്. ആൻറ്റി എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു തരാൻ വന്നതാണ് ഗായ്സ്. ഓക്കെ. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നോ എന്നെ ഒരു വീട്ടിൽ കൊണ്ടുവന്ന് ഇതുപോലെ. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്ന അന്ന് വള വാങ്ങിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഇപ്പൊ കേൾക്കാലോ. ഞാൻ അന്ന് വന്നത് ഈ വീട്ടിലായിരുന്നു. ഓക്കെ. थोड़ा बड़ा चाहिए. मैं आई हूँ गौरवी के घर पे, आई हूँ आधे घंटे में मैं पहुँचूंगी. अभी आएगी तुम? दिखाओ ये वाला थोड़ा और बड़ा. तो अभी तो साइज है मेरे पास. हाँ ये ठीक है ना. ये वाला किरण कौन सी बोल. ये वाली होगी ना, ये बड़ा है. कंचना 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 कंचना. अभी रेडी देते हो. मोबाइल में क्या होने लग गया छोटे वाले में टावर नहीं आता था. अब इसमें ना फटाफट चार्ज खत्म हो जाता है. सुबह चार्ज दोपहर तक खत्म. ये अच्छा, ये सही है ना. हाय बोलो. हाय बोलो आंटी. हाय बोलो. हाय बोलो. हाय 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 हाय. अरे इधर इधर देखो आप कैमरे में. वीडियो बन रही है वीडियो. ये भैया की तरफ से. तुमने कैमरे में देखो.
अरे इधर देखो कैमरे में फोटो हाँ खींच उधर देखो अब താങ്ക് യു താങ്ക് യു थैंक यू എന്തോ ഇത് പൊട്ടിക്കട്ടെ തുറന്നു നോക്കട്ടെ अरे ओपन 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 करने के लिए बोला ओपन 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 करो पूरी बाद में खाऊंगा हैप्पी दिवाली हैप्पी दिवाली हैप्पी क्या है इसमें समझो क्या है हैप्पी बर्थडे हैप्पी बर्थडे दिवाली हाँ दीपावली ऊपर कर दे इसमें कुछ है स्पेशल उन्होंने बताया कि इसमें कुछ स्पेशल है ലൈറ്റ് പ്ലം കേക്ക് ഇതൊക്കെ ക്രിസ്മസിന് പൊട്ടിക്കാനുള്ളതല്ലേ ഗൈസ് पंप केक खा तेरा ये क्या है प्लम केक अच्छा केक है प्लम केक अरे वाह ये क्या बोल रहे ये अभी खत्म हो जाएगा इनको नहीं मिलेगा किनको थोड़ा अभी सब अरे लाओ आपने खाया नहीं चक्कू कभी? लेके आओ नहीं इनको इनको अरे मिल गए उन्होंने पहले आपसे पहले खा लिया उधर एक लेके मुझे लग रहा है ये तो प्लम केक मेरे इसमें कर देना क्या कर रहे हो तुमने അവൻ ആദ്യമേ പാത്രം കൊണ്ടുവച്ചിട്ട് എന്നെ ഇതിനകത്ത് കുടിക്കാം मम्मी को मैं ऐसी करती എന്റെ കൈ പിടിച്ച് കട്ട് ചെയ്യില്ലേ हैप्पी बर्थडे अरे आपकी भाषा में बताओ क्या बोलते हैं हैप्पी बर्थडे बस हैप्पी बर्थडे बोलते हैं हैप्पी बर्थडे टू कुछ भी बोलने तुम्हारे को तो समझ आ रहा मम्मी क्यों बोल रही है हैप्पी बर्थडे मम्मी और मलयालम में ऐसे बोलते हैं संतोष जन्मदिनम कुट्टिके संतोषी माता जल्दी सारे अरे उसको खिलाओ तुम्हारी अरे वो तुम्हारे पापा भी थे अरे तुम्हारे फादर साहब अरे पापा खाना खाने गया गुजरात उधर कुंजू पापा क्या करने गया गुजरात क्यों അപ്പോൾ നമ്മൾ ബർത്ത്ഡേ ഒക്കെ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു നല്ല ബർത്ത്ഡേ ആയിരുന്നു അത് കഴിഞ്ഞ് ആൻറ്റിയുടെ വീട്ടിലായിരുന്നേ ഫുഡ് ഇപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് എന്താണെന്നറിയാമോ ഉരുളക്കിഴങ്ങ് ചിപ്സ് പൊട്ടറ്റോ ചിപ്സ് നല്ല ടേസ്റ്റായിരുന്നു ആൻറ്റി തന്നെ ഉണ്ടാക്കി ആൻറ്റി തന്നെ ഫ്രൈ ചെയ്ത് എല്ലാം വെച്ചിരിക്കുന്ന സാധനമാണ് നല്ല ടേസ്റ്റാണ് ഗൈസ് സൂപ്പർ സാധനം പിന്നെ ആൻറ്റി രാത്രി ഞങ്ങൾക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കി തന്നു പൂരിയും പിന്നെ ഡാൽ കറിയും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു സൂപ്പർ ടേസ്റ്റായിരുന്നു അങ്ങനെ ബർത്ത്ഡേ നല്ല അടിപൊളിയായിട്ട് അടിച്ചു പൊളിച്ചു ഗൈസ് ശരിക്കും പറഞ്ഞാൽ വീട്ടിലില്ലായിരുന്നു വിഷ്ണുവേട്ടൻ ഇവിടെ ഇല്ല ഞങ്ങളുടെ കൂടെ ഇവിടെ ഇപ്പോൾ സ്ഥലത്തില്ല പുറത്തൊരു ജോലിയുടെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് പോയിരിക്കുകയാണ് അപ്പം അത്യാവശ്യമായിട്ട് അവിടെ നിൽക്കേണ്ടതുകൊണ്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാനപ്പം എൻ്റെ ബർത്ത്ഡേ ഒറ്റയ്ക്കായി പോവല്ലോ എന്ന് വിഷമിച്ചിരിക്കുമായിരുന്നു പക്ഷേ ഇവരെല്ലാവരും ഉണ്ടായതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് മംഗളമായിട്ട് കഴിഞ്ഞു പിന്നെ വിഷ്ണുവിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ ആൻറ്റിയുടെ മോൻ്റെ കൂട്ടുകാരനൊരു പയ്യനുണ്ട് അവനാണ് എനിക്ക് ആ ഗിഫ്റ്റ് എല്ലാം കൊണ്ട് തന്നത് അവനാണ് അവിടെ പോയിട്ടുണ്ട് അപ്പോൾ അവനാണ് ഇതെല്ലാം അവിടെ നിന്ന് കൊണ്ടുവന്ന് തന്നത് അപ്പോൾ അവൻ വിഷ്ണുവിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ കയ്യിൽ ഇതൊക്കെ വാങ്ങിച്ച് കൊടുത്തു വിട്ടു കൊണ്ടുവന്ന എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏത്തക്കായും പ്ലം കേക്കുമായിരുന്നു ഏത്തക്ക വാങ്ങിക്കാനുള്ള കാരണം ഈ നാട്ടിൽ ഏത്തക്ക കിട്ടാറില്ല ഞങ്ങളാകെ നാട്ടിൽ പോകുമ്പോൾ മാത്രമാണ് ഏത്തക്ക കഴിക്കുന്നത് അപ്പോൾ വിഷ്ണുവേട്ടൻ ഇപ്പോൾ ഉള്ള സ്ഥലത്ത് ഏത്തക്ക കിട്ടും അപ്പം എനിക്ക് ഏത്തക്ക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് അപ്പോൾ നാട്ടിൽ നിന്ന് ഓൾറെഡി മിസ് ചെയ്യുന്ന ഒരു സാധനം ആയതുകൊണ്ട് തന്നെ അത് വാങ്ങിച്ചുകൊണ്ട് തന്നു പിന്നെ കേക്ക് ഈ നാട്ടിലെ ബർത്ത്ഡേ കേക്ക് എനിക്ക് ഇഷ്ടമേ അല്ല വെറുതെ ക്രീമൊക്കെ കലക്കിയിട്ട് ഒരുമാതിരി വൃത്തികെട്ട കേക്ക് നമ്മുടെ നാട്ടിലുള്ളവരൊന്നും ഇങ്ങനത്തെ കേക്ക് ഒരിക്കൽ പോലും കഴിച്ചിട്ടുണ്ടാവത്തില്ല അത്രയ്ക്ക് വൃത്തികെട്ട കേക്കാണ് ടേസ്റ്റും ഇല്ല ഒന്നുമില്ല ബോറ് കേക്കാണ് നമുക്കത് വെറുതെ പൈസ കളയാവുന്നേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഈ നാട്ടിലെ കേക്ക് കഴിക്കത്തില്ലെന്ന് വിഷ്ണുവേട്ടന് വ്യക്തമായിട്ട് അറിയാം അപ്പോൾ സ്വാഭാവികമായിട്ടും ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ഞാൻ കേക്ക് വാങ്ങിക്കത്തില്ലല്ലോ അതുകൊണ്ട് എന്തായാലും കേക്ക് കട്ട് ചെയ്യട്ടെ എന്ന് വെച്ചിട്ട് പ്ലം കേക്ക് വാങ്ങിച്ച് കൊടുത്തു വിട്ടതാണ് പ്ലം കേക്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കിട്ടാറില്ല ആസ് യൂഷ്വൽ ഞങ്ങൾ ഉണ്ടാക്കിപ്പിക്കാറുണ്ട് ഇവിടെ താമസിക്കുന്ന കുറേ ആളുകളുണ്ട് പുറത്തുനിന്ന് വന്നൊക്കെ താമസിക്കുന്ന ആളുകൾ അവരെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കും ചിലപ്പോഴൊക്കെ അങ്ങനെയാണ് പ്ലം കേക്ക് കട്ട് ചെയ്തതിൻ്റെ പിന്നിലുള്ള കാര്യം
രാത്രി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇതാണ് ആൻറ്റിയുടെ രണ്ടാമത്തെ മോൻ. കുഞ്ഞു അവനെ ഇരുന്ന് എന്തൊക്കെയോ പറയുകയാണ് ഗൈസ്. എന്താണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. എന്തൊക്കെയോ പറയുകയാണ്. ആ ഹായ് കാണിക്കാൻ പറയുകയാണ്. പിന്നെ ഇങ്ങനാണോ കഴിക്കുന്നത്, അങ്ങനാണോ കഴിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കുവാണ് അവിടെ ഇരുന്ന്. കുഞ്ഞിന് വേറെ ജോലിയൊന്നുമില്ലല്ലോ, കുഞ്ഞിന് ടൈം പാസ്. ഇരുന്നിരുന്ന് കാല് വേദന എടുത്തിട്ട് കുഞ്ഞു കാല് രണ്ടും നോത്ത് വെച്ചേക്കുവാണ്. ആൻറ്റിയെ കൊണ്ട് കാല് തടവിപ്പിക്കുകയാണ്. അപ്പം നമ്മുടെ ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.